ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോം സെൻ്റർ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നിൽക്കുന്നത് മലബാർ ചായക്കടയുടെ ഫ്രണ്ടിലാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷന് മുന്നിലുള്ള മലബാർ ചായക്കടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, അപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. സമയം ഇപ്പോൾ 12:37. ഞാനിവിടെ നിന്ന് ഇപ്പോൾ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ്സിന് പോകാൻ വേണ്ടി വന്നതാണ്. ഇത് 12:20 വരേണ്ട വണ്ടിയായിരുന്നു. ആ ഡിസ്പ്ലേയിൽ 12:20 വരെ 1 മിനിറ്റ് ലേറ്റ് എന്നാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഇപ്പം നെയ്യാറ്റിങ്കര ആയിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ നോക്കിയുള്ളൂ വൈറസ് മെട്രെയിനിൽ. വണ്ടി നെയ്യാറ്റിങ്കര ആയതേ ഉള്ളൂ. NTS ഇപ്പോഴും 1 മിനിറ്റ് ലേറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സ്റ്റേഷനിൽ അനൗൺസ്മെൻറ്റ് വന്നത് 12:55 വരുമെന്നാണ്. അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റേഷനുള്ളിലേക്ക് പോകാം. പിന്നെ നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പുറത്തുള്ള മലബാർ ചായ എന്ന് ഇൻട്രോ എടുത്ത് നല്ല ചായ ആയിരുന്നു. ഒരു ചായ കുടിച്ചിട്ട് വന്നാൽ നമുക്കെന്നെ പതുക്കെ സ്റ്റേഷനുള്ളിലോട്ട് കയറിയിട്ട് കാവലിരിക്കാം നമ്മുടെ വണ്ടി വരാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഗുരുവായൂർ വരെ പോകുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടൊന്നും കൂടി കവർ ചെയ്തേക്കാൻ വെച്ചു. ഉള്ളിലേക്ക് തന്നെ പോകാം. സ്റ്റേഷൻ്റെ ഉള്ളിൽ പ്ലാറ്റ്ഫോം 1 പല സ്ഥലത്തും ഈ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഈ റീഡെവലപ്മെൻറ്റ് നടക്കാനായിട്ട് കെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ തീരെ സ്ഥലവുമില്ല. ഇരിക്കാനുള്ള വലുതായിട്ട് ബെഞ്ചസോ ചെയർസോ അങ്ങനെയൊന്നുമില്ല. ഈ കിടക്കുന്ന ഏറനാട് എക്സ്പ്രസിൻ്റെ റേക്കാണ്. നമ്മുടെ ജനശതാബ്ദിക്ക് തൊട്ട് മുന്നിട്ട് വേണ്ടത് ഒന്നാണ്. ഈ റേക്ക് എനിക്ക് ഒന്ന് രാത്രി മൊത്തം ഇവിടെ തന്നെ കിടന്നിട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് തിരിച്ചു വന്നു. പ്ലാറ്റ്ഫോം 2 കിടക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഈ സൈഡിൽ നിന്നാണ് വരേണ്ടത്. നമ്മുടെ വണ്ടി ഇപ്പോൾ കുറേ നേരമായിട്ട് ബാലരാമപുരത്ത് കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബാലരാമപുരം ഹോൾട്ട് സ്റ്റേഷനാണ്. അവിടെ നിന്ന് വണ്ടി കിടക്കുന്നതെന്ന് അറിയില്ല. നമ്മുടെ വണ്ടി ഷോർട്ട്ലി പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്ന അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ദൂരെ ചെറിയൊരു വെളിച്ചം പോലെ തോന്നുന്നു എനിക്ക്. ഇനി ഉറക്കം വന്നിട്ട് അങ്ങനെ തോന്നുകയാണെന്ന് അറിയില്ല. കുറച്ച് നേരത്തെ അപ്പുറത്തെ സൈഡ് 1-2 ട്രാക്ക് മെയിൻ്റനൻസ് മെഷീൻസ് ഓടി വന്നായിരുന്നു. പിന്നെ ആ ലൈനിൽ ട്രാക്ക് മെയിൻ്റനൻസ് എന്താ നടക്കുമായിരുന്നു തോന്നുന്നു. കുറച്ച് നേരത്തെ ലൈറ്റ് കാണുമെന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് ഇങ്ങനെ ഇൻറ്റൻസിറ്റി കൂടി വന്ന് അതൊരു ലോക്കോ ഹെഡ്ലൈൻ പാണെന്ന് മനസ്സിലായി. സമയം ഇപ്പോൾ 12:55. വണ്ടി ഇതുവരെ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടില്ല. ഒരു 57-58 ആകുമ്പോൾ മിക്കവരോട് ഒന്ന് നിൽക്കുമ്പോൾ 2 പേര് ഷോ കാണിക്കാൻ അറ്റത്ത് പോയി നിൽക്കുന്നത് കണ്ടോ? മനുഷ്യർക്കൊക്കെ എന്നാണോ ബോധം വയ്ക്കുക? ഒത്തിരി കട്ടി കൊടുത്തൊരു പോകണം. 2299 ഈ റോഡിൻ്റെ 2299 ആണല്ലോ. അപ്പോൾ ചെന്നൈ എഗ്മോർ ഗുരുവായൂരിനൊക്കെയാണ് ബോർഡ്. പക്ഷേ വണ്ടി എൻ്റെ അറിവിൽ താമ്പരത്തു നിന്നാണ് ഇപ്പോൾ ഓടുന്നത് നിലവിൽ. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വലിയ തിരക്കൊന്നുമില്ല. ആൾക്കാരൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇത് 10-11 സ്ലീപ്പർ ക്ലാസ് കോച്ച് ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ 4-5 അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ വന്നിട്ടും വണ്ടി തീരുന്നില്ല. ഞാൻ B2-ലാണിന്ന്. B2-ൽ 64 ഡോറിന് തൊട്ടടുത്തുള്ള സൈഡ് അപ്പുറം. B3 വന്നു. 126128 ആണ് എൻ്റെ കോഴ്സ്. അതാണ് B2. 126128 ഇവിടെ തന്നെ 64. ഈ ഡോറിന് തൊട്ടടുത്താണ് നമ്മുടെ ബർത്ത്. സമയം 12:59. ട്രെയിൻ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. അവിടെയാണ് പ്ലാറ്റ്ഫോമിൽ തീരെ സ്ഥലമില്ല. കുറേ പേര് ഇറങ്ങാനുണ്ട്. ഇനി ഇവരൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കയറാൻ. ഈ ട്രെയിൻ ഒരു end to end റൈഡ് ഞാൻ അവർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കെന്നാൽ പിന്നെ പതുക്കെ നമ്മുടെ വണ്ടിക്കകത്തോട്ടൊന്ന് കയറിയേക്കാം. അപ്പുറത്തെ സൈഡിലാണ് എൻ്റെ ബർത്ത്. നമ്മുടെ ബർത്തിൽ ഒരാൾ കിടന്ന് ഉറങ്ങണം. ഇനിയിപ്പോൾ വിളിച്ചുണർത്തി ആളിറക്കി വിടണമല്ലോ. അപ്പോൾ നമ്മുടെ ബർത്ത് കണ്ടുപിടിച്ച് ബർത്തിൽ ഒരാൾ കിടന്ന് ഉറങ്ങണ്ടായിരുന്നു. അയാളെ എണീപ്പിച്ചു. അയാൾക്ക് അതിൽ തൊട്ട് താഴത്തെ ബർത്താണ്. അയാളുടെ സ്വന്തം ബർത്ത് പോയി കിടന്നാൽ മതിയായിരുന്നു. എന്തിനാ എൻ്റെ ബർത്ത് കയറി കിടന്നാൽ അറിയില്ല. അയാൾ എണീപ്പിച്ചു വിട്ടു. എന്നിട്ടിപ്പോൾ ജസ്റ്റ് പുതിയ ബെഡ്ഷീറ്റ് കിട്ടി വിരിച്ചിട്ടു. ഇനിയിപ്പോൾ ഒരു പില്ലോ കവർ കിട്ടണം. പില്ലോ കവർ ഇതുവരെ വന്നിട്ടില്ല. ഇനി പില്ലോ കവർ എത്തി പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം അത് കയറി കിടന്ന് ഉറങ്ങാൻ. ബ്ലാങ്കറ്റൊക്കെ കിട്ടി. നമ്മളിപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 1:05 1:10 വണ്ടി ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. പുറപ്പെടും എന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് വന്നു. പക്ഷേ സിഗ്നൽ എക്സ്ചേഞ്ച് ഒന്നും കാണാനില്ല. സ്റ്റാർട്ടർ ഇവിടുന്ന് കാണാനും പറ്റുന്നില്ല. അപ്പോൾ TTയും വന്നുപോയി. TT വന്നുപോയി. പില്ലോ കവർ മാറ്റി കിട്ടി. പക്ഷെ നമ്മളിതുവരെ പുറപ്പെട്ടിട്ടില്ല. പുറപ്പെടുന്നൊക്കെ അറിയിച്ചെങ്കിലും വണ്ടി ഇതുവരെ പുറപ്പെട്ടിട്ടില്ല.
ഇത് നാളെ കാലത്ത് പോകാനുള്ള വന്ദേ ഭാരതിനുള്ള വാട്ടർ ബോട്ടിൽസാണ്. അവിടെ വന്ദേ ഭാരതിൻ്റെ വേസ്റ്റ് ബിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പുറപ്പെടുക എന്നൊരു വിസിലടി കിട്ടാം. ഫ്ലാഷറും കാണാം. 1:14 നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് അനങ്ങി തുടങ്ങി. സമയം 1:14. അപ്പം അങ്ങനെ നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. നമ്മുടെ കോച്ചിൻ്റെ ഡോറിൽ മറ്റേ അറ്റൻഡൻറ്റ് വന്നിട്ട് അയാളുടെ മറ്റേ സ്റ്റോറേജ് ഏരിയ തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോറിൽ നിന്ന് മാറി കൊടുക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പതുക്കെ പുറത്തിറങ്ങുന്നു. ഇവിടെ ഈ ഭാഗമൊക്കെ അടച്ചു കെട്ടി വെച്ചിരിക്കട്ടെ. ഇവിടെയൊക്കെ ഇതുണ്ടായിരുന്ന പണ്ട് നമ്മുടെ ഫുഡ് ട്രാക്ക് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടായിരുന്നാണ് ഇവിടെ. അതൊക്കെ പൊളിച്ചു കഴിഞ്ഞു. ബിൽഡിങ്ങൊക്കെ പൊളിച്ചു കഴിഞ്ഞു പൂർണ്ണമായിട്ട്. ബിൽഡിംഗ് പൂർണ്ണമായിട്ട് പൊളിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ നമുക്ക് തിരുവനന്തപുരം മറ്റേ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റും. റൂഫ് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടുന്ന് വിടുന്നോടെ ഞാൻ പോയി കിടന്ന് ഉറങ്ങും. നമുക്കിനി എറണാകുളം എത്തുമ്പോൾ എണീക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. എറണാകുളം മൂലം അങ്ങോട്ടുള്ള സ്റ്റേഷനിൽ കാണിച്ചു പോകാം. ഈ വണ്ടിക്കാണ് ഇഷ്ടംപോലെ സ്റ്റോപ്പുണ്ട്. അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ ഓപ്പോസിറ്റിലാണ് KTDCയുടെ ഗ്രാൻഡ് ചൈത്രം. റിനോവേറ്റൊക്കെ ചെയ്ത് നല്ല റൂംസാണെന്ന് ഇപ്പോൾ പറയുന്നത്. 30378 റോയപുരത്തിൻ്റെ ലോക്ക് കൊടുക്കുന്നു ഇവിടെ. അപ്പം അങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി അടുത്ത സ്റ്റോപ്പ് എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് കൊല്ലത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിന് മുമ്പ് വല്ലതും വർക്കല വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നോക്കിയില്ല. ഉണ്ടാവേണ്ടതാണ്, കാര്യം വണ്ടിക്ക് ഇഷ്ടംപോലെ സ്റ്റോപ്പുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ തുടരും. എനിക്ക് നടമൂലം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗുഡ് നൈറ്റ്. നമ്മുടെ കോച്ചിൻ്റെ പാർട്ടീഷൻ ഡോറാണ്. ഇത് അടയത്തില്ല. ഇത് നമ്മളിങ്ങനെ ഇത് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ അമുക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അടയും. അല്ലാന്നുണ്ടെങ്കിൽ അത് തുറന്നു തന്നെ ഇരിക്കും. ഇനി ഇതാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ. തുറന്നു, ഇത് അടയത്തില്ലാണ്ടതാണ്. വിട്ടത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. Much later. സമയം 5:34 കേട്ടോ. നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ നിൽക്കുകയാണ്. നല്ല അടിപൊളി മഴയാണ്, സൂപ്പർ മഴയാണ്. സമയം 5:37. നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ പുറപ്പെട്ടിരിക്കുന്നു. നല്ല മഴയാണ്, പുറത്തോട്ട് പിടിക്കാൻ ഒരു വഴിയില്ല കേട്ടോ. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് എറണാകുളം ടൗൺ സ്റ്റേഷനിലാണ്. ഈ വണ്ടിക്ക് എറണാകുളം സൗത്തിനും നോർത്തിനും സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആലുവ, അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, കുമ്പളം, ഗുരുവായൂർ. അപ്പോൾ അങ്ങനെ എറണാകുളം ജംഗ്ഷനിലുള്ള യാത്ര തുടങ്ങി. അപ്പോൾ നമ്മളങ്ങനെ ആലുവ സ്റ്റേഷനിൽ നിൽക്കുകയാണിപ്പോൾ. പുറപ്പെടുകയെന്ന് തോന്നുന്നു. അതുകൊണ്ട് കൊടി വീശി ഇപ്പോൾ നമ്മൾ പുറപ്പെടുകയായി. ഞാൻ ഇറങ്ങി താഴെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ടൗൺ സ്റ്റേഷൻ നിർത്തിയായിരുന്നു. ടൗൺ സ്റ്റേഷൻ ഞാൻ ക്യാപ്ചർ ചെയ്തില്ലായിരുന്നു, കാരണം ടൗൺ സ്റ്റേഷനിലെത്തുമ്പോൾ നല്ല മഴയായിരുന്നു.
ഒരു ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെയുള്ള കട പണി കഴിഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ അവിടെ ഫ്രണ്ടിലാണ് കട ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ചായ ഒന്നും കിട്ടില്ല. ഇനിയിപ്പോൾ തൃശ്ശൂർ എത്തിയാലും എല്ലാം കിട്ടുള്ളൂ. ഇപ്പം മഴയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്, ഭാഗ്യം. ട്രെയിൻ നമ്പർ 161-87 കാരയ്ക്കൽ എറണാകുളം എക്സ്പ്രസ് ആലവായ് സ്റ്റേഷൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. കാരയ്ക്കൽ എറണാകുളം എക്സ്പ്രസ് വരുന്നുണ്ട്. അത് നമ്മുടെ ടീ ഗാർഡൻ. ആലവായ് സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 8 ആലുവ സ്റ്റേഷനിൽ പുതിയ ലിഫ്റ്റ് വരുന്നുണ്ടല്ലോ. എന്തായാലും ലിഫ്റ്റിനുള്ള സാധനമാണ്, ലിഫ്റ്റിനുള്ള ലോബിയാണ് പണിയുന്നത്. നമ്മൾ ഏകദേശം 1 മണിക്കൂറിനടുത്ത് ലേറ്റ് ആട്ടോ. 50 മിനിറ്റിന് മേലുണ്ട് ഇൻ്റർവെൽ ഡിലേ. ഈ കാണുന്ന തിരക്ക് മിക്കവാറൊക്കെ നമ്മുടെ പുറകെ വരുന്ന കണ്ണൂർ എക്സ്പ്രസ്സിനുള്ളതായിരിക്കും, കണ്ണൂർ ഇൻ്റർസിറ്റിക്ക്. അതിന് 22662. ഇതിപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബോർഡാണ്. താമ്പരം, വേളാങ്കണ്ണി, മയിലാടുതുറൈ, കാരയ്ക്കൽ, എറണാകുളം, കോട്ടയം. സ്റ്റേഷൻ വഴിയുള്ള നടന്നു. നമ്മുടെ അടുത്ത സ്റ്റോപ്പിന് അങ്കമാലിയിലാണ്. രാവിലെ തന്നെ ക്ലൗഡിയാണ്. കേരളത്തിലെ പല ജില്ലകളിലും മഴയുടെ അലേർട്ടുണ്ട്. എയർപോർട്ട് റണ്ണ് ലൈറ്റ്സ് കാണാം. ഇവിടെയാണ് കുറച്ച് ഭൂമി ക്ലിയർ ചെയ്തിട്ടുള്ളത്. ഇത് ഹോൾട്ട് സ്റ്റേഷന് വേണ്ടി പ്ലാറ്റ്ഫോം പണിയാൻ വേണ്ടി ക്ലിയർ ചെയ്താണെങ്കിൽ തീരെ ലെങ്ത് ഇല്ല, പാസഞ്ചർ ട്രെയിൻ മാത്രമേ നിർത്തുള്ളൂ. അപ്പോൾ എന്താണ് അവരുടെ പ്ലാൻ എന്നുള്ളത് കണ്ടറിയാം നമുക്ക്.
അങ്കമാലിയിലേക്ക് എത്തുന്നു. ശബരിപാത ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ സർക്കാർ വന്നു, ഇനിയെങ്കിലും വർക്കൊന്ന് പുനരാരംഭിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു അടുത്ത 3-4 വർഷത്തിനുള്ളിൽ കേരളത്തിലൊരു പുതിയ റെയിൽവേ ലൈനും കൂടെ വരും. കേരളത്തിലെ റെയിൽവേ ലൈനുകളുടെ എണ്ണം കൂടാണ്ടും കിലോമീറ്ററേജ് കൂടാണ്ടും നമ്മൾ ഈ സോൺ എന്ന് പറഞ്ഞ കിടന്ന കാര്യമായിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ അങ്കമാലി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഞാൻ അങ്കമാലിയിലെ പ്ലാറ്റ്ഫോം എൻട്രി ഇതുവരെ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ സൈഡ് കാര്യം നമ്മൾ എപ്പോഴും ഇതുവഴി ട്രാവൽ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലാണ് നിൽക്കാറ്. ബാക്കി കാണുന്നതാണ് ടെൽക്ക്. നമ്മുടെ കോച്ച് 19ാമത്തെ കോച്ചാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ പുറത്തായിരിക്കും. അങ്ങനെ അങ്കമാലി എത്തി. നമ്മുടെ കോച്ചൊന്ന് കാണിച്ചു നിൽക്കാം. ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച്. 126128 AC 3 ടയറാണ്. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ ICF AC 3 ടയറിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അങ്കമാലിയിൽ നിന്ന് പുറപ്പെടുകയായി. ഇതിനൊക്കെ ലോക്കോൻ്റെ സൗണ്ട് പിന്നെയും കേൾക്കാനുണ്ട് പുറകിലോട്ട്. നമ്മൾ ഇന്നലെ ട്രാവൽ ചെയ്ത ജനശതാബ്ദിയുടെ ലോക്കോ സൗണ്ട് ഒട്ടും ഓഡിബിൾ അല്ലായിരുന്നു. അങ്കമാലിയിൽ എൻ്റെ അറിവിലൊരു കിച്ചണുണ്ട്, പക്ഷേ വെൻഡേഴ്സ് ഒന്നും വന്നിട്ടില്ല. ഇത്രയും നേരത്തെ ഒരു ചായയും കാപ്പിയൊന്നും ഉണ്ടാക്കില്ലായിരിക്കും. ബിക്കോസ് ചിലപ്പോൾ ചാലക്കുടി കിട്ടാൻ സാധ്യതയുണ്ട്. വെൻഡേഴ്സ് അതേ ഇവിടെ ഉണ്ടായിരുന്നു. വെൻഡർ പുറകിൽ വരെ വന്നില്ല. തിരക്ക് മൊത്തം മിക്കവാറും കണ്ണൂർ എക്സ്പ്രസ്സിനുള്ളതായിരിക്കും. ആ വണ്ടിക്ക് ഒരു 80 രൂപ ഉടനെ വരുന്നുണ്ട്. അങ്ങനെ കാലടി കഴിഞ്ഞു. അങ്കമാലി ഫോർ കാലടി കഴിഞ്ഞു. ഈ ലെഫ്റ്റ് സൈഡിലൂടെ ഇവിടെ ഒരു ഫുഡ് കോർപ്പറേഷൻ ഗോഡൗൺ ഉണ്ട്. അതിനകത്തോട് പോകുന്ന ലൈൻ കാണാം. ഇവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ ജസ്റ്റ് കറുകുറ്റി കഴിഞ്ഞ് കൊരട്ടേങ്ങാടിയോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഏർലി മോർണിംഗ് ടൈമാണ്. നമുക്ക് കുറച്ച് ക്രോസിങ്സ് ഉണ്ട്. ബാക്ക് ടു ബാക്ക് ക്രോസിങ്സ് ആയിരിക്കും നമുക്ക്. ഈ പോയത് ഷൊർണൂർ എറണാകുളം മെമു. നമ്മൾ ഇതിന് end to end ട്രിപ്പ് ചെയ്തിട്ടുണ്ടിരിക്കുക. മഴയ്ക്ക് വലിയ ശക്തിയില്ല കേട്ടോ. മഴ ഇപ്പോൾ നിന്നു തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ നേരം വെളുത്ത് വരാനുള്ളതിൻ്റെ ഒരു ലക്ഷണങ്ങളും കാണുന്നുണ്ട്. നേരം വെളുത്ത് വരാൻ ഉദ്ദേശിച്ചത് സൂര്യൻ പുറത്ത് വരാൻ. കൊരട്ടിയങ്ങാടി സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. നമുക്കിപ്പോൾ അധികം താമസിച്ചത് ഒരു ക്രോസിംഗ് കൂടി ഉണ്ടാവും. പച്ചയായിട്ടുണ്ട്.
വാഗമൺ റെയിൽവേയിൽ വെച്ച് തേച്ചൊട്ടിച്ചിട്ടുണ്ട്. വണ്ടി ഇന്ന് ലേറ്റാണ്. അങ്ങനെ ഡിവൈൻ നഗർ എത്തി. നമ്മുടെ ഡിവൈൻ നഗർ. അപ്പോൾ അതിൽ നിന്ന് താമസിച്ച ചാലക്കുടി പുഴ കടന്ന് നമ്മൾ ചാലക്കുടി സ്റ്റേഷനിലേക്ക് കയറും. ചാലക്കുടിയിൽ നമുക്ക് ഷെഡ്യൂൾഡ് ഹോൾട്ട് ഉള്ളതാണ്. ഡിവൈൻ ധ്യാനകേന്ദ്രം. ഈ കാണുന്ന ഡിവൈൻ ധ്യാനകേന്ദ്രമുണ്ട്. ധ്യാനകേന്ദ്രം അതിൻ്റെ അക്കോമഡേഷനും ഇതൊക്കെയാണെന്ന് തോന്നുന്നു. ഡിവൈൻ റിട്രീറ്റ് സെൻറ്റർ മുരിങ്ങൂർ. ജനശതാബ്ദി പോയപ്പോൾ ഈ പ്രദേശമൊക്കെ പാസ് ചെയ്യുമ്പോൾ ഞാൻ അകത്തിരിക്കുകയായിരുന്നു. ചാലക്കുടി പുഴ. അപ്പോൾ നമ്മളങ്ങനെ ചാലക്കുടി സ്റ്റേഷനിലേക്ക് കയറുന്നു. ചാലക്കുടി സ്റ്റേഷൻ്റെ ഈ സൈഡിൽ നിന്നുള്ള പ്ലാറ്റ്ഫോം എൻട്രി കാണിച്ചിട്ട് കുറേ കാലമായി. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ അപ്പുറത്തെ സ്ഥലം കാണിച്ചത്. ഇവിടെ പുതിയ ഗുഡ് സൈഡിങ് വരുന്നുണ്ട്. അതിൻ്റെയാണ് ഈ പണി നടക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഗുഡ്സ് അൺലോഡിങ്ങിനുള്ള സൈഡിങ്ങും. നമ്മളങ്ങനെ ചാലക്കുടി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെയും കിച്ചണുള്ളതാണ്. പക്ഷേ വെൻഡേഴ്സ് ഒന്നും പ്ലാറ്റ്ഫോമിൽ കാണാനില്ല. ഒരു ചായ കിട്ടിയതെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു. ഇനി അടുത്ത സ്റ്റോപ്പ് നമ്മുടെ സ്വന്തം ഇരിങ്ങാലക്കുടയിലാണ്. അതെന്തായാലും ക്യാപ്ചർ ചെയ്യണം നമുക്ക്. ഇരിങ്ങാലക്കുടയിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് ഇറങ്ങുകയും വേണം. അപ്പോൾ അങ്ങനെ ചാലക്കുടിയിൽ നിന്നും പുറപ്പെടുക. വളരെ പെട്ടെന്ന് നിർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നേരം നിൽക്കുന്നില്ല. പിന്നെ ഇതൊക്കെ മെയിൻ ലൈൻ പ്ലാറ്റ്ഫോംസും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് തീർന്ന് ഇറങ്ങുകയും ചെയ്യാം. അടുത്ത ഇരിങ്ങാലക്കുട ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമാണ്. അവിടെ നമുക്ക് കുറച്ചധികം സമയം പോകും ലൂപ്പിലോട്ട് കയറാനും ഇറങ്ങാനും തന്നെ. പുറകെ 2 ക്രൗഡ് പുള്ളേഴ്സ് വരാനുണ്ട്. ഒന്ന് നമ്മുടെ കണ്ണൂർ എക്സ്പ്രസ്, 2 ഗുരുവായൂർ പാസഞ്ചർ. 2 ക്രൗഡ് പുള്ളേഴ്സാണ്. ഈ കാണുന്ന തിരക്ക് കണ്ണൂരിനുള്ള തിരക്കാണ്. കാര്യം ഗുരുവായൂരിലേക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മുടെ വണ്ടി തന്നെ കയറി തന്നെ. പിന്നെ ഇവിടെയൊക്കെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു ചാലക്കുടിയിൽ. പഴയ പാലത്തിന് സ്റ്റെയർ പൊളിച്ചു കളഞ്ഞു. അങ്ങനെ ചാലക്കുടി കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ആദ്യം താമസിച്ചാൽ നമ്മുടെ KSR ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് നമ്മൾ ക്രോസ് ചെയ്യും. ഇന്നൊരു ക്ലിയർ സൂര്യോദയം ഉണ്ടാവില്ല. ഇത്രേ ഉണ്ടാവുള്ളൂ. സൂര്യൻ മുകളിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ ഇതിലൂടെ ക്ലിയർ ആവണമെന്നില്ല. ബാക്കിലെ വെസ്റ്റേൺ ഗാർഡ്സ് കാണാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ ഫെയ്ഡായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെയൊക്കെ വളരെ ആക്റ്റീവായി ജാതി കൃഷിയുണ്ട്. നിങ്ങൾക്ക് എല്ലാ വീട്ടിലും കാണാം ജാതി. കണ്ടോ, ജാതി കൃഷിയാണ്.
കൃഷ്ണരാജപുരത്തിന് 37732 വരുന്ന ലോക്കോ. അപ്പോൾ നമ്മളങ്ങനെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. ഈ കാണുന്ന കേട്ടോ ഈ സ്റ്റേഷൻ്റെ സ്റ്റാർട്ടേഴ്സ്, ഡൗൺ സ്റ്റാർട്ടേഴ്സ്. അപ്പുറത്തോട്ട് മാറി ഒരു സെറ്റ് ഓഫ് സിഗ്നൽസ് കൊണ്ട് കാണാം. അത് റിപ്പീറ്റർ സിഗ്നൽസാണ്. ഇവിടെയൊക്കെ ജാതിത്തോട്ടമാണ്. ജാതിത്തോട്ടം എന്ന് പറയുമ്പോൾ ആരും എന്നെ തെറ്റിദ്ധരിക്കേണ്ട, ജാതിക്കയുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു സ്റ്റേബിളിംഗ് ലൈൻ ഉണ്ടായിരുന്നു കേട്ടോ, കാട് മൂടി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെന്ന് തോന്നുന്നു ഒട്ടും. നമ്മളങ്ങനെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതേ ഒരു കാപ്പിക്കാരൻ ചേട്ടൻ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടായിരുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാപ്പി മേടിക്കായിരുന്നു. നമ്മളങ്ങനെ ഇരിങ്ങാലക്കുട അഥവാ കല്ലേറ്റങ്ങര സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ തിരക്കൊന്നും കണ്ടിട്ട് നമ്മുടെ വണ്ടികളൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇതെല്ലാം നമ്മുടെ ഇവനുള്ളതാണ്, കണ്ണൂർ എക്സ്പ്രസ്സിനുള്ളതാണ്. നമ്മുടെ ഗുരുവായൂർ മധുര എക്സ്പ്രസ് ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് വരും. നമ്മൾ ഇരിങ്ങാലക്കുട നിന്ന് പുറപ്പെടുന്നു. നമ്മുടെ മധുരൈ എക്സ്പ്രസ്, ഗുരുവായൂർ മധുര എക്സ്പ്രസ് നെല്ലായി വിട്ടു ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറിയത്. ഇല്ലെങ്കിൽ അന്ന് ഇരിങ്ങാലക്കുടയിലെ സ്റ്റേഷൻ ബിൽഡിംഗ് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ നമുക്കൊരു ചായ കിട്ടി. ഇരിങ്ങാലക്കുടത്തെ ചായക്കാരൻ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അവർ ചായ മേടിച്ചു. മധുരം തീരെ കുറവാണ്, പക്ഷെ കുഴപ്പമില്ല. വാപ്പ് 7 ആണെന്ന് അവന്. വിജയവാഡയുടെ ലോക്കമാണ് ഗുരുവായൂർ മധുര എക്സ്പ്രസ്. CBC റേക്കാണ്. കൂടുതലും സെക്കൻഡ് ക്ലാസ് കോച്ചസാണ്. കുറച്ച് സ്ലീപ്പറും ഒരു AC 3 ടയറും ഉണ്ട് ഇതിന്. ഇതിന് നമ്മൾ ഒരു പ്രാവശ്യം മധുര ടു ഗുരുവായൂർ end to end ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഒരിക്കൽ ഞാൻ ഇതേ വണ്ടിയിൽ ഇരിങ്ങാലക്കുട ടു ചെങ്കോട്ട ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. ഇനി ഒരിക്കൽ ഗുരുവായൂർ ടു മധുര പോകുന്നുണ്ട്. ഈ ട്രെയിനിലുള്ള LHB കോച്ചുകളും അലോട്ടായിരുന്നു. അതായത് ടേൺ ഔട്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും. ഇതിനെനിക്കൊന്ന് 3 റേക്കാണ് തോന്നുന്നു ഈ ട്രെയിനിന്. അപ്പോൾ ഇതിൻ്റെ LHB കോച്ചുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ LHB കോച്ചുകൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രാവശ്യം ചെന്നൈ ടു നമ്മുടെ ഗുരുവായൂർ end to end നമുക്കൊരു ട്രിപ്പ് അടിക്കാം. എൻ്റെ പ്രിയപ്പെട്ട മരം, അതിൻ്റെ മുകളിൽ എവനോ ഒരുത്തൻ കൊടി കെട്ടി വെച്ചിരിക്കുന്നു. അത് വേണ്ടായിരുന്നു. ഇതാ വരുന്നു അടുത്ത വണ്ടി. 3726 ആണ്. അജ്നിയുടെ ആയിരുന്നു ലോക്കോ. ഏതാ വണ്ടി എന്നറിയാം? നമ്മുടെ സമ്പർക്ക ക്രാന്തി, ചണ്ഡീഗഡ് തിരുവനന്തപുരം കേരള സമ്പർക്ക ക്രാന്തി. ഈ വണ്ടി എറണാകുളം വരെ ആ ഗുരുവായൂർ മധുരയുടെ പുറകെ പോകണം. അമ്മ ഓവർടേക്ക് കൊടുക്കില്ല. ഇതിനങ്ങനെയായിട്ട് ഉരുട്ടി എറണാകുളത്തോട്ടൊക്കെ കയറ്റും. വീണ്ടും മൂടി കെട്ടി. പുതുക്കാട് സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും പച്ചയായിട്ടുണ്ട് സിഗ്നൽ. മംഗളൊക്കെ ആയിരിക്കും ഇത്.
ഗാസിയാബാദിൻ്റെ 30704 ആയിരുന്നു ലോക്കോ. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന വണ്ടി. തൃശ്ശൂർ പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. ബട്ട് നമുക്ക് ഒരു ക്രോസിംഗ് ട്രെയിൻ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ല, വണ്ടിയൊന്നുമില്ല. ഇല്ല, വണ്ടി കയറി വരുന്നുണ്ട്. ഒരു വാപ്സോൺ ഹൗളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട് തൃശ്ശൂരിലേക്ക്. അപ്പം അങ്ങനെ നമ്മൾ തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. തൃശ്ശിവപേരൂർ അഥവാ തൃശ്ശൂരിലേക്ക് എത്തുകയാണ്. दो 639 വാപ്സോൺ 37815 ഏതാണ് ഷെഡ്. MGR ചെന്നൈ സെൻട്രൽ ആലപ്പുഴയാണ് വണ്ടി. പക്ഷേ ഫ്രണ്ടിലത്തെ ബോർഡിൽ ഇവിടെ ട്രിവാൻഡ്രം സെൻട്രലാണ് കിടക്കുന്നത്. ഇതിനും ഒരു എൻഡ് ടു എൻഡ് ട്രിപ്പ് അതിന് താമസം ചെയ്യുന്നുണ്ട്. 7:18 ഇപ്പോൾ തൃശ്ശൂരെത്തി. സ്റ്റാർട്ടർ ഡേഞ്ചറാണ്. എനിക്കൊന്ന് മറ്റേ പാസഞ്ചർ ഇതുവരെ ഗുരുവായൂർ ലൈനിൽ നിന്ന് എക്സിറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. അതാണോ എന്നറിയില്ല. എന്തായാലും സ്റ്റാർട്ടർ ഡേഞ്ചറാണ്. സ്റ്റാർട്ടർ മാറി നമ്മുടെ ആംബറായി. അപ്പോൾ 7:21 നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. അപ്പുറത്തും നമ്മുടെ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റും പുറപ്പെടുന്നു. ഇവിടെ ഇറങ്ങിയാൽ എനിക്ക് പുറകെ വരുന്ന കണ്ണൂർ പിടിച്ച് ഷൊർണൂർ പോയാൽ അങ്ങാടിപ്പുറത്തേക്ക് ട്രെയിൻ കിട്ടും. പക്ഷേ അത് വേണ്ട. നമുക്ക് ഗുരുവായൂർ വരെ പോകാം. നമ്മൾ ഗുരുവായൂർ റൂട്ട് കണ്ടിട്ട് കുറേ കാലമായി. എനിക്കൊന്ന് ലാസ്റ്റ് ഗുരുവായൂർ റൂട്ട് വീഡിയോ ഒരു 3 വർഷങ്ങൾ മുമ്പായിരുന്നു. അന്ന് ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിനായിരുന്നു വീഡിയോ ചെയ്ത്. അത് എൻ്റെ അന്നത്തെ കാലത്തെ ബെസ്റ്റ് പെർഫോമിങ് വീഡിയോസ് ഒന്നായിരുന്നു. അന്ന് നമ്മൾ ഗുരുവായൂർ മുതൽ എറണാകുളം വരെയുള്ള എല്ലാ സ്റ്റേഷൻസും കവർ ചെയ്ത് പോയായിരുന്നു. അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി. കണ്ണൂർ വണ്ടികളെ തിരക്കാട്ടോ നിങ്ങൾ കാണുന്ന മൊത്തം. കണ്ണൂർ വണ്ടി വളരെ പോപ്പുലർ വണ്ടിയത്. കണ്ണൂർ വണ്ടി ഞാനൊരു പ്രാവശ്യം ആ വണ്ടിയിൽ കണ്ണൂരിൽ നിന്ന് അങ്കമാലി ഒരു അൺറിസർവ്ഡിന് വന്നിട്ടുണ്ട്. തിരക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് തലശ്ശേരി വിട്ടിട്ട് എനിക്ക് സീറ്റിൽ നിന്നൊന്ന് എണീക്കാൻ പറ്റിയത് വണ്ടി ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞപ്പോഴാണ്. അതുവരെ സീറ്റിൽ നിന്ന് എണീക്കാൻ വയ്യാത്ത തിരക്കായിരുന്നു. ഗുരുവായൂർ പാസഞ്ചറിന് സിഗ്നലായിട്ടുണ്ട്. ഇതാ വരുന്നുണ്ട് ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ. ഗുരുവായൂർ തൃശ്ശൂർ ലൈൻ എന്ന് പറയുന്നത് 1 ട്രെയിൻ ഉള്ളി സെക്ഷനാണ്. ആ സെക്ഷനിൽ വേറെ ഇതൊന്നുമില്ല, എന്താ പറയുക, ഇടയ്ക്ക് ക്രോസിംഗ് സ്റ്റേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഒരു സമയത്ത് ഒരു ട്രെയിൻ മാത്രമേ പോകാൻ കഴിയുള്ളൂ. അതിനിടയ്ക്ക് ആകെക്കൂടെ ഉണ്ടായിരുന്ന അമലാനഗർ ഹോൾട്ട് സ്റ്റേഷൻ, അതിപ്പോൾ വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാസഞ്ചർ പൂങ്കുന്ന് എത്തിയാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഈ വണ്ടി മിക്കവാറും എല്ലാ ദിവസവും ലേറ്റ് ആവുന്നതുകൊണ്ട് വലിയ സീനിലാണ്ട് അത് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ലാസ്റ്റ് ഇൻ്റർമീഡിയറ്റ് ഹോൾട്ടായ പൂങ്കുന്നത്തേക്ക് എത്തുകയാണ്. വീണ്ടും മഴ തുടങ്ങി. ഗുരുവായൂർ ലൈനിൻ്റെ കവറേജ് കുളമെന്നാണ് തോന്നുന്നത്.
ആഗ്രഹിച്ച് മോഹിച്ച് വന്നതാണ്. ഈ കാണുന്ന ആൾക്കാരൊക്കെ നമ്മുടെ വണ്ടി കയറാനുള്ള കേട്ടോ. കാര്യം ഇവിടെ ഇനിയിപ്പോൾ വേറെ വണ്ടിയൊന്നും വരാനില്ല. നമ്മൾ മിക്കവാറും ഗേറ്റിന് കുറുകെ നിൽക്കും. യാസ്, കറക്റ്റ്. അപ്പോൾ എന്തായാലും പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി പ്ലാറ്റ്ഫോം കാണിക്കാൻ ഒരു വഴിയില്ല. നമ്മൾ ഗേറ്റിന് കുറുകെ നിന്നു. ഈ ഗേറ്റാണെങ്കിൽ അത്യാവശ്യം നല്ല പകൽ സമയത്തൊക്കെ നല്ല ട്രാഫിക്കുള്ളൊരു ഗേറ്റാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ എടുക്കുന്നു. നല്ല തിരക്ക് പകൽ സമയത്ത് ഈ ഗേറ്റ്. ഇപ്പോൾ നേരം വെളുത്ത് വരുന്നതുകൊണ്ട് വലിയ കാര്യമായിട്ട് വണ്ടിയില്ല. ആകെ 2 ഓട്ടോറിക്ഷ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഇവിടുത്തെ അവസ്ഥ. ഈ മഴ ശക്തി പിടിക്കുക, പണി പാടുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പൂങ്കുന്നം സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്പം മുമ്പിലായിട്ട് സ്റ്റേഷനിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവായൂർ ട്രാക്കിലേക്ക് നമ്മൾ കയറും. അപ്പോൾ ഈ ഗുരുവായൂർ ലൈൻ എന്ന് പറയുന്നത് കാറ്റനറി ഇല്ലാത്ത OHC ആണ്. കാറ്റനറി വയറില്ല, സപ്ലൈ വയർ മാത്രമുള്ള OHC ആണ്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ റൂട്ട് സ്പീഡ് റെസ്ട്രിക്റ്റഡ് ആണ്. വർക്കിംഗ് ടൈം ടേബിൾ പ്രകാരം 90 kmph ആണ് മാക്സിമം സ്പീഡ്. ഈ ലൈനെക്കാട്ടും കൂടുതലാണ്. നമുക്കിവിടെ 80 ഉള്ളൂ, അതിൽ 90 ഉണ്ട്. ഫ്യൂച്ചറിൽ ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഗുരുവായൂർ തിരുനാവായ ലൈൻ അപ്രൂവ് ചെയ്തായിരുന്നു. ഡീഫ്രീസ് ചെയ്യായിരുന്നു പ്രൊജക്റ്റ്. ഇനിയിപ്പോൾ അതിന് DPR പ്രിപ്പയർ ചെയ്ത് ലാൻഡ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനും വരും. അതിന് അഗൈൻ ഇപ്പോഴുള്ള സർക്കാരും ഇത് ഇപ്പോൾ തൊട്ട് ഇറങ്ങിയ സർക്കാർ ഭരിച്ച പാർട്ടിയും എല്ലാവരും ഒന്ന് സഹകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഒരു റെയിൽവേ ലൈനും കൂടി കിട്ടും. ഈ ഗുരുവായൂർ തിരുനാവായ ലൈൻ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ പോയി കറങ്ങി വരുന്നതിനൊരു ഓൾട്ടർനേറ്റീവ് ബദൽപാതയാണ്. അപ്പോൾ നമുക്ക് ഷൊർണൂർ റൂട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ഡീറെയിൽമെൻറ്റ് എന്തെങ്കിലും ഉണ്ടായാലും ഇതൊരു ഓൾട്ടർനേറ്റീവ് പാത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ കോച്ചുകൾ ഗുരുവായൂർ ലൈനിലോട്ട് കയറുന്ന കാണാം. അപ്പോൾ നമ്മളിവിടെ വെച്ച് മെയിൻ ലൈനിനെ വിട്ട് ഗുരുവായൂർ ബ്രാഞ്ച് ലൈനിലേക്ക് കയറാം. മെയിൻ ലൈനിൽ കൂടി ഇപ്പോൾ ഒരു ട്രെയിനും കൂടി ഉണ്ടായിരുന്നു അടിപൊളിയാണ് അല്ലേ. നമുക്കതിനുള്ള ഭാഗ്യമില്ല. അപ്പോൾ നമ്മളങ്ങനെ ഗുരുവായൂർ ലൈനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ലൈനിൽ അങ്ങനെ കാണിക്കാൻ വലിയ കാഴ്ചകളൊന്നുമില്ല കേട്ടോ. ഇത് മോസ്റ്റ്ലി ലൈൻ പാടങ്ങളുടെ നടുക്കുകൂടെ കൂടി അങ്ങ് പോവുക. ഇടയ്ക്ക് കുറച്ച് സ്ഥലങ്ങളിൽ റോക്ക് കട്ടിങ്സ് പോലത്തെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതല്ലാണ്ട് ട്രാക്കിങ്ങിൽ ചുമ്മാ ഇതായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്ട്രെച്ചിൽ മൊത്തം എവിടെ നമുക്ക് ഹോൾട്ടൊന്നുമില്ല. അപ്പോൾ നോൺ സ്റ്റോപ്പായിട്ട് അങ്ങ് പോകില്ല. ഏകദേശം 20 കിലോമീറ്റർ മറ്റോ ഉണ്ട്. നോൺ സ്റ്റോപ്പായിട്ട് അങ്ങ് പോകും, ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു കാറ്റനറി ലെസ് OHC ആണ്. അതായത് സപ്ലൈ വയർ മാത്രമേ ഉള്ളൂ ഇതിന്. മുകളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ നമുക്ക് സപ്ലൈ വയർ ഇല്ല, കാറ്റനറി വയറില്ല, സപ്ലൈ വയർ മാത്രമേ ഉള്ളൂ. ഇതിങ്ങനത്തെ OHC ആണ് ഈ റൂട്ടിൽ. അത് എന്തുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് ലൈൻ ആയതുകൊണ്ടായിരിക്കും. പണ്ട് ഇലക്ട്രിഫൈ ചെയ്ത കാലത്ത് അവർ കോസ്റ്റ് സേവിങ്ങിന് വേണ്ടി ഇങ്ങനെ പണ്ട് റെയിലിൽ ഇങ്ങനത്തെ കുറേ പരിപാടികൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഈ സ്ട്രെച്ചിൽ മെയിനായിട്ട് പാടങ്ങളുമൊക്കെയാണ്. ഇത് പുഴയ്ക്കൽ പാടം ഭാഗമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. പുഴയ്ക്കൽ പാടം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഒരു മേജർ പാടശേഖരമാണ്. ഇതിന് അപ്പുറത്തായിട്ടാണ് മറ്റേ ശോഭ സിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങ് ദൂരെ കണ്ട ടവർ ബിൽഡിങ്ങുകൾ ശോഭ സിറ്റിയുടെ പാർട്ടാണ്. നല്ല
ഭംഗിയുള്ളൊരു പ്രദേശം കേട്ടോ, ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല ഭംഗിയുള്ള പ്രദേശമാണിത്. ഈ റൂട്ടൊക്കെ നമ്മുടെ തിരുനാവായയിലോട്ടുള്ള എക്സ്റ്റൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുവഴി ഒരുപാട് ട്രെയിനുകൾ വരും. ഹോപ്പ്ഫുള്ളി ഒരു ലാൻഡ് അക്വയറിയും തന്നെ ഡബിൾ ലൈനുള്ള ലാൻഡ് അക്വയർ ഇതുപോലെ കൊള്ളാമായിരുന്നു. കാര്യം ഡബിൾ ലൈൻ ആവശ്യം വരും. ശോഭ സിറ്റി ഇതാണ് ഈ റൂട്ടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. രണ്ട് സൈഡും ഇതേപോലെ തന്നെ കേട്ടോ. അമലാനഗർ ഹോൾഡ് സ്റ്റേഷൻ കഴിഞ്ഞു തോന്നുന്നു, മിസ് ചെയ്തു തോന്നുന്നത്. മഴ വീണ്ടും ശക്തി പിടിച്ചു തുടങ്ങി. ഞാൻ ഈ റൂട്ടിൽ ഇതിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ മഴക്കാലമായിരുന്നു. ഇത് പുഴകളൊന്നുമില്ല കേട്ടോ, പാടമാണ്. പാടത്ത് വെള്ളം കയറി കിടക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് അങ്ങനെ ഗുരുവായൂരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരിലേക്ക് ഒരുപാട് ദൂരമല്ല, വളരെ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. സമയം ഇപ്പോൾ കുറച്ചായി. സമയം ഇപ്പോൾ 7:39. വണ്ടി ലേറ്റാണ്, വണ്ടി ഓൺ ടൈം അല്ല. 7:40 ടൈം. വണ്ടി എന്തായാലും ഓൺ ടൈം എത്തില്ല, ലേറ്റായിട്ട് എത്തും. നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിച്ചില്ല എന്നാരും പറയണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. സാധാരണ ICF ബിൽറ്റ്, ഇത് ICF ബിൽറ്റും കൂടിയാണ്. ഇത് കപ്പൂർത്തലല്ല, ICF ബിൽറ്റാണിത്. സാധാരണ ഒരു ICF ബിൽഡ് അല്ല, കപ്പൂർത്തലാണ്. ആരോ ബിൽഡ് ഒരു സാധാരണ ഇതാണ്. തേർഡ് AC കോച്ചാണ്. നല്ല ഹെവി ടിൻറ്റിങ് ആണ് ക്ലാസ്സിൽ. ഹെവി ടിൻറ്റിങ് കാരണം നമുക്ക് നേരം ഇതായതൊന്നും നമുക്ക് അറിയില്ല. ഇതാരും ഇല്ലാത്ത സ്ഥിതിക്ക് എന്നാൽ ലൈറ്റ് ഇട്ടേക്കാം. ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ലൈറ്റൊന്നും വർക്ക് ചെയ്യാനില്ല, ലൈറ്റ് വർക്ക് ചെയ്യാൻ. പിന്നെ അത് സാധാരണ ഇതിലുള്ള പോലെ ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്, വേറൊന്നുമില്ല. ഒന്ന് ബർത്തുണ്ട്. അതിൻ്റെ സൈഡ് അപ്പർ ബർത്തായിരുന്നു എൻ്റെ ബർത്ത്. അവിടെയും ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. കണ്ടോ, മെയിൻ ലൈനിൽ 80 kmph പറ്റുള്ളൂ. ഇവിടെ നമുക്ക് 90 വരെ പോകാൻ പറ്റും. നമ്മളങ്ങനെ ഗുരുവായൂരിലേക്ക് എത്തുകയാണ്. മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും. ഞാൻ ഗുരുവായൂർ സ്റ്റേഷനൊക്കെ ഒന്ന് നടന്ന് കാണിക്കണം എന്ന് വിചാരിച്ചാണ് ഇന്ന്. ഈ മഴ കാരണം നമ്മുടെ പ്ലാനൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് ഇവിടെ ഇറങ്ങി പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ പണ്ട് എങ്ങനെയാണ് ഒരു ഭൂമി അക്വയർ എന്നറിയില്ല. കാര്യം ഇഷ്ടംപോലെ വീടുകളുള്ള പ്രദേശമാണിത്. ഇവിടെയൊക്കെ അവർ അന്ന് എങ്ങനെ ഭൂമി അക്വയർ എന്നറിയില്ല. അതേപോലെ ഇച്ഛാശക്തിയുള്ളൊരു സർക്കാർ ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരുനാവായയിലോട്ട് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ TN രജിസ്ട്രേഷൻ വണ്ടികൾ കിടക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. നെന്മിനി ഗുരുവായൂർ സ്റ്റേഷനോട് പ്രവേശിക്കാറായി. മുന്നിലായിട്ട് നമ്മൾ ഗുരുവായൂർ സ്റ്റേഷനിലോട്ട് കയറുകയായി. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കായിരിക്കും. പ്ലാറ്റ്ഫോം നമ്പർ 1 ലെഫ്റ്റ് സൈഡിലാണ്. ഈ സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്റ്റേഷനിൽ ആകെ 3 റോഡാണുള്ളത്. പ്ലാറ്റ്ഫോം 1, 2, 3.
അല്ലാണ്ട് സെപ്പറേറ്റ് ഒരു റൺ ത്രൂ മെയിൻ ലൈൻ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇവിടെ 3 ട്രെയിനുകൾ വരും. നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് വരും, എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ വരും, പിന്നെ അതുപോലെ മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് വരും. ഈ 3 ട്രെയിനും കൂടി വന്നു കഴിഞ്ഞാൽ 3 ലൈനും അങ്ങ് ഫുള്ളാവും. അതും ഇതിലെ പ്ലാറ്റ്ഫോം നമ്പർ 3 ലൈൻ, എക്സ്ട്രീം റൈറ്റ് സൈഡിലുള്ള ലൈൻ ടെർമിനലാണ്. അതിന് മുന്നോട്ട് കണ്ടിന്യൂവേഷൻ ഇല്ല. അതിനിപ്പോൾ കണ്ടിന്യൂവേഷൻ വർക്ക് നടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇതൊന്ന് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഇതില്ല, കാര്യം മഴയാണ്. അപ്പോൾ ആ കാണുന്നതാണ് ഗുരുവായൂർ സ്റ്റേഷൻ. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ലെഫ്റ്റിലേക്ക് കയറുന്നുണ്ടോ. ഞാൻ പ്ലാറ്റ്ഫോം എൻ്റർ ഒന്ന് പിടിച്ചിട്ട് വരാവേ. ഇതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. സമയം 7:48. ഏഴ് 49 നമ്മൾ നിൽക്കുമ്പോഴേക്കും നമ്മൾ കറക്റ്റ് എക്സിറ്റിനടുത്ത് വരും. ഇതാണ് ഗുരുവായൂരിലുള്ള മറ്റ് 2 പ്ലാറ്റ്ഫോംസ്, 2ഉം 3ഉം. 3 ഒരു ടെർമിനൽ പ്ലാറ്റ്ഫോം, പക്ഷേ അങ്ങോട്ടൊന്നും പോയി കാണിക്കാനൊരു വഴിയില്ല, മഴയും ഇതൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഗുരുവായൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഈ ട്രെയിൻ ഗുരുവായൂർ വരെ വരണം എന്നുള്ളത്, അത് സാധിച്ചു. ഇനി ഒരു പ്രാവശ്യം നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അന്ന് നമുക്ക് ചെന്നൈ ടു ഗുരുവായൂർ മൊത്തം ദൂരം യാത്രയാണ്. അതിന് LHB വരട്ടെ എന്നിട്ട് ചെയ്യാം. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പതുക്കെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. ഇതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. വലിയതൊന്നുമില്ല. ഇവിടെ ആ കൂടി ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്, അപ്പുറത്തൊരു കടയുണ്ട്, ക്ലോക്ക് റൂമുണ്ട്. വേറെ സൗകര്യങ്ങളൊന്നുമില്ല, ചെറിയ സ്റ്റേഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ. ഇത് ഫ്രണ്ടിലോട്ടുള്ള എക്സ്റ്റൻഷനൊക്കെ ഇപ്പോൾ അമൃത് ഭാരത്തിൽ ചെയ്തതാണ്. മറ്റേ അത്ര ഒന്നും മറ്റേ ഗുരുവായൂരിൽ നിന്ന് ബോർഡ് ഇരിക്കുന്നതാണ്, അവിടം വരെ ഉണ്ടായിരുന്നില്ല ശരിക്കും പ്ലാറ്റ്ഫോം. ഫ്രണ്ടിലൊരു ശകലം കൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വേണത്. മുകളിൽ വശമൊക്കെ അതുപോലെ റൂഫൊക്കെ അവർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യണം. ഇനി കൂടുതൽ വിശേഷമൊന്നും പറയാനില്ല. ഞാനിന്ന് പതുക്കെ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അങ്ങനെ ബസ് പിടിച്ച് പെരിന്തൽമണ്ണയ്ക്ക് തിരിച്ചു പോകണം. KSRTC ബസ് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണല്ലേ. അതൊരു ലാസ്റ്റ് ഗുരുവായൂർ ഇറങ്ങിയിട്ട് ഗുരുവായൂരിൽ നിന്ന് നമ്മൾ KSRTC ഗുരുവായൂർ പട്ടാമ്പി വരെ പ്രൈവറ്റ് ബസ് ഉണ്ട്. ഇപ്പോൾ KSRTC ബസ് പോയിരിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. സോ ദിസ് ഇസ് വിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you again in the next video. Until then, bye bye.